നമസ്കാരം. മുഴുനീള വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ കടലാക്രമണം. തിരുവനന്തപുരത്ത് വലിയതുറ, പൊഴിയൂർ, കോവളം ഭാഗത്തെ വീടുകളിൽ വെള്ളം കയറി. കൊല്ലത്ത് 5 വീടുകൾ തകർന്നു. എറണാകുളം വൈപ്പിനിലും തൃശൂർ പെരിഞ്ഞനം ബീച്ചിലും കൊല്ലത്തും കടലേറ്റം. കടൽ കയറ്റത്തിന് കാരണം കള്ളക്കടൽ. തീരദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ നടപടി തുടരുന്നു. വിസിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും കെ ഷീബയെ നീക്കി. നടപടി മകനും സുഹൃത്തും ഉൾപ്പെടെ 33 പേരെ തിരിച്ചെടുത്തതിൽ. മുഖ്യമന്ത്രിക്കും SFIക്കുമെതിരെ സിദ്ധാർത്ഥന്റെ അച്ഛൻ. റിയാസ് മൗലവി വധക്കേസിലെ വിധിയിൽ അപ്പീലുമായി സർക്കാർ. നടപടികൾക്കായി AGയെ ചുമതലപ്പെടുത്തി. പ്രതിപക്ഷ നേതാവിനെതിരെ പ്രോസിക്യൂട്ടർ രംഗത്ത്. UDF നേതാക്കൾ കഥയറിയാതെ ആട്ടം കാണുന്നുവെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമദൂരമെന്ന് കോഴിക്കോട് ബിഷപ്പ്. കേന്ദ്ര ഭരണത്തിന് കീഴിൽ സുരക്ഷിതരല്ലെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. പ്രശ്നാധിഷ്ഠിത മൂല്യാധിഷ്ഠിത സമദൂര സിദ്ധാന്തം. പിന്നെ അവർക്ക് തോന്നിയാണ് ശരിയായിട്ടുള്ളത് എന്താണെന്ന് അവർക്ക് തോന്നുന്നത് അവരുടെ മനസാക്ഷി അനുസരിച്ച് അവർ ചെയ്യത്തുള്ളതാണ്. മോദി സർക്കാരിനെ കുറ്റം പറയുന്നില്ലെന്നും ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ. ബിഷപ്പിനെ സന്ദർശിച്ച പ്രകാശ് ജാവദേക്കർ. പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥിക്കെതിരെ നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെ ആന്റോ ആന്റണിയുടെ പേരും ചിത്രങ്ങളും മറയ്ക്കും. വരണാധികാരിയുടെ ഉത്തരവ്. LDF പരാതിയിൽ. തനിക്കെതിരായ പരാതികൾ പരാജയ ഭീതിയിൽ നിന്നുണ്ടാകുന്നതെന്ന് ആന്റോ ആന്റണി. IPLൽ ഗുജറാത്തിന് 2ാം ജയം. ഹൈദരാബാദിനെ തകർത്തത് 7 വിക്കറ്റിന്. മോഹിത് ശർമ്മ കളിയിലെ താരം. വിശദമായ വാർത്തകൾ നോക്കാം. തിരുവനന്തപുരത്ത് കടൽക്ഷോഭം രൂക്ഷം. പൂവാർ, പൂന്തുറ, വലിയതുറ, പൊഴിയൂർ, കോവളം മേഖലകളിലാണ് കടൽ